തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് LDF ഗവൺമെൻറ് മൂന്നാമതും വരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഫെഡറൽ ഘടനയനുസരിച്ച് നമ്മുടെ നികുതി പണം എല്ലാം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ടാക്സ് ഷെയറാണ് നമുക്ക് കിട്ടുന്നത്. ആ ടാക്സ് ഷെയറും സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന പദ്ധതി വിഹിതവും കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 50% ടാക്സ് ഷെയർ തിരിച്ചു തന്നാൽ ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തിട്ടുള്ള മിഷനുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സമീപനമല്ല കാണുന്നത്. ഫെഡറൽ ജനാധിപത്യം ഫിസ്ക്കൽ ഡെമോക്രസി കൂടിയാണ്. ഇതുപോലെ ഒരു പ്രതീക്ഷ മുമ്പും കെ ശൈലജ പങ്കുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ പക്ഷേ എന്തായിരുന്നു? ആ പ്രതീക്ഷ ഞാൻ ഡൽഹിയിലേക്ക് പോകും, ഞാൻ പാർലമെന്റ് സമ്മേളനത്തിലേക്ക് പോകും, ഞാൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കും, പാർലമെന്റ് സമ്മേളനം ഉള്ളപ്പോൾ എൻ്റെ വടകരയിലെ ജനങ്ങൾക്ക് വന്ന് അവിടെ എന്നെ കാണാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, ആ ഫ്ലാറ്റിലായിരിക്കും താമസം. അതല്ലാതെ MP-മാർക്കുള്ള അവരുടെ താമസ സ്ഥലത്തല്ല ഞാൻ താമസിക്കുക, അവിടെ ഡൽഹിയിൽ പ്രത്യേകം ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്, അത് വടകരയിലെ ജനങ്ങൾക്ക് വന്ന് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് കെ ശൈലജ. ആ സ്വപ്നങ്ങളെല്ലാം പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവജന നേതാവ് തല്ലിക്കെടുത്തി എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ മാത്രമായിരുന്നില്ല ഷാഫി പറമ്പിൽ തല്ലിക്കെടുത്തിയത്, മറിച്ച് കെ ശൈലജയുടെ ഉറക്കത്തെ കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെ കെ ശൈലജ ഒരുപാട് പ്രതീക്ഷകൾ കൈക്കൊണ്ട വ്യക്തിയാണ്. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു കെ ശൈലജ. എല്ലാ സ്വപ്നങ്ങളെയും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയുടെ മണ്ണിൽ 8 നിലയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട്, പെട്ടി തുറന്നപ്പോ ശൈലജ പൊട്ടി, 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞതുപോലെ 1,14,506 വോട്ടിന് കെ ശൈലജ തോറ്റ് തുന്നമ്പാറി എന്നുള്ളതാണ് വടകരയുടെ മണ്ണില്. അത് അവിടെ ഒരു പ്രതീക്ഷ തല്ലിക്കെടുത്തിയത് ഷാഫിയാണ്. എന്നാൽ 2026 കെ ശൈലജയുടെ ഈ മൂന്നാമതും എന്നുള്ള ആ ഒരു സ്വപ്നം അത് തല്ലിക്കെടുത്താൻ പോകുന്നത് ഷാഫിയും കൂട്ടരും തന്നെയാണ്. ആ ഷാഫിയുടെ കൂട്ടത്തിൽ VD സതീശനുണ്ട്, സണ്ണി ജോസഫുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ സുധാകരനുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇതൊരു ടീമാണ്. VD സതീശൻ എപ്പോഴും പറയുന്നത് പോലെ UDF എന്ന് പറയുന്ന വലിയ ഒരു ടീം. ആ ടീം കെ ശൈലജയുടെ മൂന്നാമതും എന്നുള്ള സ്വപ്നം, ഇത് ശൈലജയുടെ മാത്രം സ്വപ്നമാണോ? അല്ല, സഖാക്കളുടെയൊക്കെ സ്വപ്നമാണ്. സഖാക്കളൊക്കെ ഈ പറയുന്ന നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് എന്ന്. പക്ഷേ കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം ആ സ്വപ്നത്തെ ഓൾറെഡി തല്ലിക്കെടുത്തി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ശൈലജയോടും സഖാക്കളോടും അടിമകളോടും ഒക്കെ പറഞ്ഞത് കിടക്കപ്പുറത്ത് എന്ന്. ആ സ്വപ്നത്തെ തല്ലിക്കെടുത്തിയതാണ്. ഇനിയും ആ സ്വപ്നം കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതൊരു സമയക്രമം അല്ലെങ്കിൽ ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം. കേരളത്തിൻ്റെ പൊതുസമൂഹം, കേരളത്തിലെ പ്രബുദ്ധരായ ജനം ഓൾറെഡി പിണറായി വിജയനെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞു എന്നുള്ളതാ. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് സഖാക്കൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം. ഈ ആഗ്രഹത്തിന് അധിക കാലമൊന്നും കാലാവധിയില്ല, അല്ലെങ്കിൽ അധിക കാലത്തെ ആയുസ്സില്ല, ദീർഘായുസ്സില്ല. ഇത് വെറും അല്പായുസ് മാത്രമുള്ള ഒരു പ്രതീക്ഷയെ മാത്രമാണ്. പിന്നെ ശൈലജയുടെ പ്രതീക്ഷ നമ്മൾ ചർച്ച ചെയ്യും. കാരണം ശൈലജ ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് ഫ്ലാറ്റ് വാങ്ങി പെട്ടി ഒരുക്കി വെച്ചു. തുണികളും വേണ്ട സാധനങ്ങളും ഒക്കെ എടുത്ത് തയ്യാറായി എല്ലാം റെഡിയായി നിന്നതാണ് കെ ശൈലജ വടകരയുടെ മണ്ണിൽ. ആ വടകരയുടെ മണ്ണിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വണ്ടി കയറിയേ വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയത്. ഇരിക്കവിടെ, ഡൽഹിക്ക് പോകാനായിട്ടില്ല. ശൈലജയ്ക്ക് തിടുക്കമായിരുന്നു ഡൽഹിക്ക് പോകാൻ.
തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി ശൈലജ നേരെ ഡൽഹിയിലേ പോയിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി. ആ ഫ്ലാറ്റ് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് വടകരയിൽ പ്രചരണത്തിന് ശൈലജ ഇറങ്ങിയത്. വടകരയുടെ ജനത അടിച്ചു മൂലക്കിരുത്തിയ ശൈലജയാണ്. ആ ശൈലജയുടെ വാക്കുകൾക്കും അത്രയേ വിലയുള്ളൂ. ഈ തവണ വടകരയിലെ ജനത മാത്രമല്ല, കേരളക്കര ഒന്നടങ്കം അടിച്ചു മൂലക്കിരുത്താൻ പോവുകയാണ്. സഖാക്കളെ, ഇരിക്കവിടെ, കിടക്ക് പുറത്ത്, അകത്തേക്ക് പ്രവേശനമില്ല, അകത്തേക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ ഒരുങ്ങി ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ജനം വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെയും പിന്നെയും ശൈലജയെ പോലെയുള്ളവർ പല പ്രതീക്ഷകളും പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉത്തരവാദികളല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സഖാക്കൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും സഖാക്കൾ എത്രയൊക്കെ പണിയെടുത്താലും അതൊക്കെ വെറുതെയാവുകയേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. മനസ്സിലായില്ലേ? വടകരയിൽ ഇപ്പം നിങ്ങൾ എത്രമാത്രം പണിയെടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സഖാക്കൾ കേരളത്തിൽ ബാക്കിയുള്ള 20, ആകെയുള്ളത് 21 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, അതിൽ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എടുക്കാത്ത പണികളൊക്കെ വടകരയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്രമാത്രം വർഗീയതയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം കുത്തിത്തിരിപ്പും നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം നെറികേടുകൾ മാത്രം നിങ്ങൾ ഇറക്കിയിട്ടുണ്ട് വടകരയുടെ മണ്ണിൽ. അത്രയും നെറികേട് നിങ്ങൾ കാണിച്ചിട്ടും അത്രയും വർഗീയത നിങ്ങൾ ഇറക്കിയിട്ടും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വർഗീയതയുടെയും കാടിറക്കി വടകരയിൽ നിങ്ങൾ കളിച്ചിട്ടും അവിടെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും നിങ്ങൾ, അത് കൊണ്ടുപിടിച്ചതും നിങ്ങൾ, അതിനെ ഏറ്റുപിടിച്ചതും സഖാക്കൾ, അവസാനം മൂഞ്ചിയതും സഖാക്കൾ. അങ്ങനെ വടകരയുടെ മണ്ണിൽ എല്ലാ പണിയെടുത്തിട്ടും അവസാനം തോൽവി മാത്രമായിരുന്നു ശൈലജയ്ക്ക് ബാക്കിയായത്. തോൽവി മാത്രമല്ല, ആ തോൽവിയിൽ വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിലേക്ക് ശൈലജ കടന്നു ചെന്നു എന്നുള്ളതാണ്. മാനസികമായി വല്ലാതെ തകർന്നു പോയി. ശൈലജ തകർന്നുണ്ടായ കാരണം വടകരയിൽ ഷാഫിയോടേറ്റ പരാജയം 8 നിലയിൽ പൊട്ടിയതാണ്. 8 നിലയിൽ പൊട്ടിയ ശൈലജ വടകരയിൽ. ശൈലജ അത്രമാത്രം പ്രതീക്ഷിത ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തു കൂട്ടിയതാ. അങ്ങനെയാണ് ശൈലജ 8 നിലയിൽ പൊട്ടുന്നത്. ആ തോൽവി ശൈലജയുടെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ്. ശൈലജയുടെ ഉറക്കം കെടുത്തി എന്ന് മാത്രമല്ല, ശൈലജയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവിൻ്റെ പാത ഉണ്ടാവില്ലെന്നുള്ള രീതിയിൽ മാനസികമായി തകർന്നു. മാനസിക വിഭ്രാന്തിയിലേക്ക് പോയി കാര്യങ്ങൾ. അതങ്ങനെയാണല്ലോ, നിരന്തരമായി ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മാനസിക നില തെറ്റും. അങ്ങനെ തെറ്റിയതാണ് ശൈലജയ്ക്ക്. ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ശൈലജ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ശൈലജയ്ക്ക് മറുപടി കൊടുക്കാനുള്ളതല്ല, അത് സഖാക്കൾ ഒന്നടങ്കം രാജാവിനും അടിമകൾക്കുമൊക്കെ വലിയ മറുപടി കൊടുക്കാനുള്ളതാണ്. ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അത്തരത്തിലൊരു മറുപടി നൽകിക്കഴിഞ്ഞതാ. പിന്നെ എന്താണ് ഈ പറയുന്ന അധികാരത്തിൽ തുടരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും സാങ്കേതികം മാത്രം, ഒരു നടപടിക്രമം, പ്രൊസീജിയർ എന്നൊക്കെ പറയുന്ന വെറും സാങ്കേതികമായ ഒരു തുടരൽ മാത്രമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഈ ശൈലജയുടെ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രതികരണം കണ്ടാൽ തന്നെ. ശൈലജയ്ക്ക് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഉള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 735 കോടി രൂപ കേരളത്തിലെ ജനം സമാഹരിച്ച് നൽകിയിട്ട് അത് വിനിയോഗിക്കാൻ കഴിയാതെ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ
ഇത്രയേ ഉള്ളൂ സഖാക്കൾ എന്നുള്ളത് മനസ്സിലാക്കുക. 2026 തെരഞ്ഞെടുപ്പിനെ കണ്ട് ആരും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടണ്ട, ആരും പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ട. സഖാക്കൾ പ്രത്യേകിച്ച് എന്തൊക്കെയാണെങ്കിലും ഇത് നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കലാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട കേട്ടോ. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് അതിൻ്റെ പരമമായ സത്യമാണ്.